ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ചാനലിൽ കുറേ വന്നൊരു കമൻറ്റാണ്, നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങൾ കുറേ പേര് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് ഈ ഒരു S1 എക്സാം കഴിഞ്ഞു കഴിയുമ്പോൾ മേ ബി കുറച്ച് നാൾ അവധി കാണും. അപ്പോൾ ആ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻറ്റേൺഷിപ്പിനെ പറ്റി ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാബിൽ ഒരു ഇൻറ്റേൺഷിപ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അത് പെയ്ഡ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് ഞാൻ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ ഷെയർ ചെയ്തതേ ഉള്ളൂ. അത് കൊച്ചിയിലുള്ള ഒരു ഇൻറ്റേൺഷിപ്പാണ്. അപ്പം ഞാനും ആ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ട്. എന്തോ അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒന്നും അറിയാൻ വേണ്ടിയിട്ട് ആഡ് ആയതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തപ്പോൾ പെയ്ഡ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ ഫ്രീ ഇന്റേൺഷിപ്സും വെബിനാർ, സെമിനാർ, നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് എല്ലാം അറ്റൻഡ് ചെയ്യുന്ന ആ സൈറ്റുകളെ പറ്റിയാണ് ജസ്റ്റ് പറയുന്നത്. അപ്പൊ എല്ലാ സൈറ്റിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പക്ഷെ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ആ സൈറ്റിൽ പോയി വിസിറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഇന്റേൺഷിപ്പ് ആണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് മാത്രം. കാരണം ഓരോ സൈറ്റും ഓരോ സ്പെസിഫിക് കാരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഏത് ഇന്റേൺഷിപ്പ് ആണോ വേണ്ടത് എന്നിട്ട് ആ ലിങ്ക് ചൂസ് ചെയ്ത് നിങ്ങൾ പോയി അന്വേഷിക്കാം. അപ്പൊ ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത് AICTE എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്തായിരുന്നു നമ്മൾ ഫൈനൽ ഇയർ ഇന്റേൺഷിപ്പ് ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ലൈക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ വരുന്നത് നമുക്ക് 6 month ഇന്റേൺഷിപ്പ് ആണ് വരുന്നത്. അത് എല്ലാം ഫ്രീ ആന്ന് പറയുന്നില്ല. ചിലതൊക്കെ നമുക്ക് സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് കിട്ടും, ചിലതിന് നമ്മൾ അങ്ങോട്ട് പേ ചെയ്ത് ഇന്റേൺഷിപ്പ് ആയിട്ട് പഠിക്കേണ്ട വരും. പക്ഷെ അതെല്ലാം നല്ലതായിരിക്കും. അതിൻ്റെ അകത്ത് കുറെ സംഭവങ്ങളെല്ലാം ഗവൺമെന്റ് റിലേറ്റഡ് ഇന്റേൺഷിപ്പ് ആണ്, ഗവൺമെന്റ് ഓഫീസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇന്റേൺഷിപ്സ് ആണ്, അങ്ങനത്തെ ഉണ്ട്. അപ്പൊ അത് കൂടുതൽ ഈ ഒരു സൈറ്റ് കൂടുതൽ യൂസ് ആവുന്നത് ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിനായിരിക്കും. കാരണം S7 S8 ഇന്റേൺഷിപ്പ് നോക്കുന്നവര്, അതായത് 6 month ഇന്റേൺഷിപ്പ് നോക്കുന്നവർക്ക് ഈ ഒരു സൈറ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ 1 month, 1 week, 4 week, 3 week അങ്ങനെയുള്ള ഇന്റേൺഷിപ്പ് അതിനകത്ത് അവൈലബിൾ ആണ്. പക്ഷെ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജസ്റ്റ് കുറവാന്നേ ഉള്ളൂ. അപ്പൊ അതും സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഈ സൈറ്റിൽ വെബിനാറും സെമിനാറും അവൈലബിൾ ആണ്. അതിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതും നോക്കാവുന്നതാണ്. ഇനി ഞാൻ അടുത്തത് പറയുന്ന സൈറ്റാണ് DWMS പോർട്ടൽ. ഇതിൽ കൂടുതൽ വരുന്നത് ഗവൺമെന്റ് റിലേറ്റഡ് ഇന്റേൺഷിപ്പ് ആണ്. പക്ഷെ ഈ ഒരു സൈറ്റ് മെയിൻ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്യാനാണ്. അതായത് നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജോബ് നിങ്ങൾ സെർച്ച് ചെയ്ത് തുടങ്ങുമല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പോർട്ടൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇന്റേൺഷിപ്പും അവൈലബിൾ ആണ്. 6 month ഇന്റേൺഷിപ്പ് ആണ് കൂടുതൽ, 1 month ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇതിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഈ DWMS പോർട്ടലിൽ നിങ്ങൾ അക്കൗണ്ട് ഇപ്പോഴേ ക്രിയേറ്റ് ചെയ്തിട്ടോളൂ, നല്ലതാണ്. അപ്പൊ അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇന്റേൺഷിപ്പ് ഉണ്ട്, ജോബ് ഉണ്ട്, സെമിനാർ, വെബിനാർ, അപ്പൊ അങ്ങനെ കുറെ ഓപ്ഷൻസ് വരും. നിങ്ങൾ ഏതാണോ സെർച്ച് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾ അതിൻ്റെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് നിങ്ങൾ 6 month ഓൺലൈൻ ഇന്റേൺഷിപ്പ് എന്നോ ഓഫ്ലൈൻ ഇന്റേൺഷിപ്പ് എന്നോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്സ് എന്നൊക്കെ അടിക്കുമ്പം 6 month ആണെങ്കിൽ കേട്ടോ, അപ്പൊ അല്ലെങ്കിൽ 1 month ഇന്റേൺഷിപ്പ് എന്നൊക്കെ അടിക്കുമ്പോൾ കുറെ സൈറ്റ് വരും. പക്ഷെ അതിൽ പലതും ഫേക്ക് സൈറ്റ്സ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സൈറ്റ് ഇങ്ങനെ കുത്തി ജസ്റ്റ് ഒന്ന് കയറി പോവാണ്ട് നിങ്ങൾ ജസ്റ്റ് ഇന്റേൺഷിപ്പ് എന്ന് അടിക്കുമ്പോൾ ലിങ്ക്ഡിന്റെ സൈറ്റ് വരും. ഇപ്പൊ ലിങ്ക്ഡിൻ ത്രൂ വരുന്ന സൈറ്റുകളൊക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ലിങ്ക്ഡിൻ അക്കൗണ്ട് എന്തായാലും ഉണ്ടായിരിക്കണം. പിന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് തുടങ്ങണം. കാരണം നിങ്ങൾ കമ്പനിയിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, അത് മീൻസ് ഒരു ഇന്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ പോലും നിങ്ങളുടെ റെസ്യൂമേല് ലിങ്ക്ഡിൻ ലിങ്ക് വെക്കുന്നത് അത്രയും നിങ്ങളുടെ റെസ്യൂമേന്റെ സ്ട്രെങ്ത് കൂട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ റെസ്യൂമേയിൽ ലിങ്ക്ഡിന്റെ ലിങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുത്തു വെച്ചിട്ടായിരിക്കും നിങ്ങളോട് എല്ലാ കാര്യവും ചോദിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്തു, ആ ഇന്റേൺഷിപ്പിന്റെ ഡീറ്റെയിൽസ് നമ്മളുടെ റെസ്യൂമേയിൽ വെച്ചിട്ടുണ്ട്. ആ സെയിം സാധനം തന്നെ നമ്മൾ ലിങ്ക്ഡിനിലും അത് കിട്ടിയപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു എന്ന് വിചാരിക്കേ. അപ്പോ ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ കാര്യം നമ്മളോട് ഇന്റർവ്യൂ ടൈമിൽ ചോദിക്കുമ്പം നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിഞ്ഞില്ലെങ്കിലും അവർക്ക് നമ്മുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് എടുക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ആ ഇന്റേൺഷിപ്പിൽ എന്താ ചെയ്തതെന്ന്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യവും ആ ലിങ്ക്ഡിനിൽ നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്ന കാര്യമൊക്കെ സെയിം ആണോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യും. അപ്പം ലിങ്ക്ഡിൻ അക്കൗണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന എന്ത് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അത് നിങ്ങൾ ജസ്റ്റ് ഒരു 1 day സെമിനാർ കേട്ട സർട്ടിഫിക്കറ്റ് വരെയാണെങ്കിലും അതിന് വാല്യൂ ഉണ്ട്. ലിങ്ക്ഡിൻ അക്കൗണ്ട് എപ്പോഴും നിങ്ങൾ ആക്റ്റീവ് ചെയ്ത് വെക്കുക, കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പൊ ലിങ്ക്ഡിൻ അക്കൗണ്ട് വഴി കിട്ടുന്ന ഇന്റേൺഷിപ്സും നല്ലതാണ്. അത് നിങ്ങൾ കമ്പനി എല്ലാം നോക്കണം കേട്ടോ, നല്ല നല്ല കമ്പനി സെലക്ട് ചെയ്ത് പോവാ. ഈ കൊച്ചിയിലൊക്കെ കുറെ ഇന്റേൺഷിപ്സ് വരാറുണ്ട് ലിങ്ക്ഡിൻ വഴി. അപ്പൊ നിങ്ങൾ പറ്റുന്നതാണെങ്കിൽ അതൊക്കെ നോക്കാം. അപ്പൊ ഈ ഒരു 3 സൈറ്റാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതിനകത്ത് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന AICTE എന്നുള്ള സൈറ്റാണ്. അതിൽ കുറെ ഇന്റേൺഷിപ്സ് എല്ലാം വന്നിട്ടുണ്ട്.
പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാ പേജസ് വഴി വരുന്ന ഇന്റേൺഷിപ്സ് ഉണ്ട്. ലൈക്ക് K2 മാജിക്, ടെക് മാഗി, റീ ടെക്നോട്സ്, അങ്ങനത്തെ കുറെ പേജസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ ലിങ്ക് ഞാൻ ഇതിനകത്ത് തന്നേക്കാം. നിങ്ങൾ ഈ ഒരു സൈറ്റും പേജസ് ഒക്കെ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഇനിയിപ്പോ വെക്കേഷൻ ടൈം ഒക്കെ ആയതുകൊണ്ട് കുറെ ഇന്റേൺഷിപ്സ് വരാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണാൻ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.